ഹലോ വെൽക്കം ബാക്ക് ടു യേഴ്സ്. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. എല്ലാ വർഷത്തെയും പോലെ ഞങ്ങളുടെ ഓണം കോട്ടയത്തായിരുന്നു കേട്ടോ. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാനങ്ങനെ ഓണം വ്ളോഗ്സ് ഒന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാനില്ല. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പം പ്രത്യേകതകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അധികം ഓണം വ്ളോഗ്സ് ഒന്നും എടുക്കാറില്ല. ഈ വർഷം ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഓണത്തിന് അങ്ങനെ വലിയ സെലിബ്രേഷൻസ് ഒന്നും ഇല്ല. നമുക്ക് സാധാരണ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പൂക്കളിടാൻ അവർക്കൊരു സന്തോഷമാണ്. പിന്നെ ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ടാവും, ചെറിയൊരു സദ്യ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം അത് തന്നെ ഒരു സന്തോഷമല്ലേ. അങ്ങനെ വലുതായിട്ട് നമ്മൾ എന്താ പറയുക ഗെറ്റ് റെഡി വിത്ത് മീയോ അങ്ങനെ വലിയ ഒരുക്കങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇന്ന് തിരുവോണത്തിൻ്റെ അന്ന് രാവിലെയാണ് നമ്മൾ പൂക്കളം ഇടുന്നത്. കുട്ടികൾക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ഇങ്ങനെ കുറച്ചൊക്കെ അലമ്പെങ്കിലും ഒരു സന്തോഷമാണ് അവരിരുന്ന് ചെയ്യുമ്പോൾ. ഓണമൊക്കെ കഴിഞ്ഞ് അവിട്ടത്തിൻ്റെ അന്ന് തന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് വന്നു. ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ്. അപ്പോൾ അതേ അമ്മ നല്ല അടപ്രഥമൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 1 മാസമായിട്ട് ഷുഗർ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. ഫാസ്റ്റിംഗ് ഡയറ്റിങ്ങിലായിരുന്നുകൊണ്ട് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓണത്തിനൊരു പായസം കഴിക്കാനായിട്ട് കൊതിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ തിരുവോണത്തിൻ്റെ അന്നത്തെ പായസം എനിക്കിഷ്ടമായില്ല. അതിമധുരമായിരുന്നു, കഴിക്കാനേ പറ്റിയില്ല. അപ്പോൾ വീട്ടിൽ വന്ന് അമ്മ ഉണ്ടാക്കിയ ഒരു അടപ്രഥമൻ കഴിച്ചപ്പോഴാണ് ഒരു സമാധാനമായത്. പിന്നെ ഓണത്തിൻ്റെ അന്നത്തെ പായസം നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊട്ടും അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ അച്ഛൻ്റെ പിറന്നാളാണേലും ഞങ്ങൾക്ക് കേക്കൊന്നും വാങ്ങാൻ പറ്റിയില്ല. കാരണം അച്ഛന് ഏറ്റവും ഇഷ്ടം ഇവിടെ സ്ക്വയർ ഓൺ ബേക്കറിയിലെ കേക്കാണ്. പക്ഷേ ഇന്ന് അവിട്ട ആയതുകൊണ്ട് അവിടെ അവധിയായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം കേക്കൊക്കെ വാങ്ങിച്ചൊന്ന് ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചതയത്തിൻ്റെ അന്ന് രാവിലെയാണ് മോനെ ഒരു സ്ലീപ്പ് ഓവറിന് അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടുവിടണം. വെക്കേഷൻ ടൈമിൽ ഇതുപോലെ ഇടയ്ക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ സ്ലീപ്പ് ഓവറൊക്കെ വരാറുണ്ട്. അപ്പോൾ മോനെ വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളിവിടെ പട്ടം സ്ക്വയർ വണ്ണിൽ കയറിയിട്ട് കേക്ക് മേടിച്ചു. എനിക്ക് ട്രിവാൻഡ്രത്ത് കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കേക്ക്സ് ഇവിടെയാണെന്നാണ് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ക്രീമില്ലാത്ത കേക്കുകൾ കേട്ടോ. അച്ഛന് അതാണ് ഇഷ്ടം. അധികം ക്രീമൊന്നും ഉള്ള വിപ്പിംഗ് ക്രീമൊന്നും വെച്ച കേക്ക്സ് ഇഷ്ടമല്ല. ഇതിലുള്ള പ്ലെയിൻ കേക്ക്സൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഇവിടെ തന്നെയാണ്. ഏറ്റവും നല്ലത് ബനാന കേക്കാണ്. ഞങ്ങളുടെ ഫേവറേറ്റ് അതാണ്. പക്ഷേ രാവിലെ ആയതുകൊണ്ട് ബനാന കേക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു ബട്ടർ കേക്കിന് ഓർഡർ ചെയ്തു. ഇവിടുത്തെ സ്നാക്സും എല്ലാം സൂപ്പറാണ്. എല്ലാം ഹോം മെയ്ഡാണ്. ആ ഒരു ടേസ്റ്റാണ്. ഇന്നലെ പായസം കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാനിനി ഷുഗർ കഴിക്കരുതെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ബട്ടർ കേക്ക് കണ്ടിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞു പീസ് കഴിച്ചു. ഈ ഒരു ചെറിയ പീസേ കഴിച്ചുള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ നല്ലതായിട്ട് കാലറീസും ഉണ്ടാവും. പിന്നെ കുഴപ്പമില്ല, ഒരു കേക്കല്ലേന്ന്, ഒരു കുഞ്ഞു പീസല്ലേന്ന് വിചാരിച്ചങ്ങ് വിട്ടു. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മമ്മയും മോളും കൂടെ അവിടെ പുറത്ത് പ്ലാന്റ്സിൻ്റെയൊക്കെ പരിചരണത്തിലാണ്. അപ്പോൾ ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. ഇന്ന് നമ്മളൊരു ഫിഷ് ബിരിയാണിയാണ് വെക്കുന്നത്. അമ്മ കുറച്ച് നെയ്മീൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനാണെങ്കിൽ ഫിഷ് ബിരിയാണി നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് അതുണ്ടാക്കാം, പിറന്നാൾ സ്പെഷ്യലായിട്ട്.
അപ്പം സവോളയൊക്കെ കട്ട് ചെയ്തെടുത്തു. ഏകദേശം 1 കിലോയോളം നെയ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല പീസുകൾ നോക്കി റൗണ്ടായിട്ട് എടുത്തു. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇതുപോലെ ഒരു ചെറിയ നാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കുക. ഒരുപാട് കട്ടിയാവണ്ട, മീനിനോട്ട് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ആവശ്യത്തിന് കുറച്ച് ലൂസായിട്ട് ഇതുപോലെ ഒന്ന് മസാല റെഡിയാക്കി എടുത്തിട്ട് മീനിലേക്ക് പുരട്ടി വെക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന കേട്ടോ നല്ലത്. മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും വേണം. ഇപ്പോൾ തലേദിവസം അല്ലെങ്കിൽ ഒരു 1-2 മണിക്കൂറോ ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും, നന്നായിട്ട് മസാല പിടിക്കും. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് മസാല ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഫിഷിൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കാത്ത കുറച്ച് ഇതുപോലുള്ള പീസുകൾ ഉണ്ടാകത്തില്ല, വാലിൻ്റെ കഷ്ണം, തലയുടെ ഭാഗത്ത് വരുന്ന പീസുകളൊക്കെ ഇതുപോലെ ഉണ്ടാവുമല്ലോ, അതും കൂടി നമുക്കൊന്ന് ഈ മസാല ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യണം. ഇത് ഗ്രേവിയിൽ പൊടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അഥവാ ഈ മീനിൽ പുരട്ടി കഴിയുമ്പം ഈ മസാല തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്താലും മതി. ഇതിനകത്ത് ഒരുപാട് അങ്ങനെ മസാല പിടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതൊന്ന് പുരട്ടി വെക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ, ഞാനൊരു 10-15 മിനിറ്റേ വെക്കുന്നുള്ളൂ. അടുത്തത് ഇനി റൈസ് ഞാനൊന്ന് കഴുകി കുതിരാനായിട്ട് വെക്കാം കേട്ടോ. ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും കപ്പോ ഗ്ലാസ്സോ ഒക്കെ ഉപയോഗിച്ചാൽ മതി ഇത് അളക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് ഇതും ഒരു 15-20 മിനിറ്റോളം നമുക്കൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കുക. ആദ്യം കുറച്ച് ഓണിയൻ സവോള നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ഒഴിച്ച് ഒരു മീഡിയം സൈസിലുള്ള സവോള നല്ലൊരു ബ്രൗൺ കളറായിട്ട് ക്രിസ്പി ആയിട്ട് വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ലാസ്റ്റ് ബിരിയാണി ലെയർ ചെയ്യുമ്പോൾ ദം ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ആയിക്കഴിയുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് എണ്ണ ബാക്കിയുണ്ട്, കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് ഇതേ പാനിൽ തന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച മീനങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒത്തിരി മൊരിഞ്ഞു പോകരുത് കേട്ടോ. എപ്പോഴും ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ചും മീൻ നല്ല സോഫ്റ്റ് ആയിരിക്കണം, എന്നാൽ ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവണം. 2 സൈഡും കുറച്ചൊന്ന് മൊരിഞ്ഞ് വന്നാൽ മതി, ഒത്തിരി ഹാർഡായി പോകരുത്. 2 സൈഡിൽ നിന്ന് ഇതുപോലെ തിരിച്ചും മറിച്ചു വിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി കഴിയുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ ആദ്യം കുറച്ച് പീസുകൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരുപാട് വേവണ്ട കേട്ടോ, ഒത്തിരി അങ്ങനെ മൊരിയണ്ട, കുറച്ചൊന്ന് ഫ്രൈ ആയി 2 സൈഡും ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും മാറ്റാം. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ റൈസും കൂടെ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കുക. ഒരു 4 ഗ്രാമ്പു, 4 ഏലക്ക, ഒരു പീസ് പട്ട ഇട്ടു. ഒരല്പം സവോള, ഒരു 2 പിടി, അത്രയും മതി കേട്ടോ. ഇതൊന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി, നിറം ഒന്നും മാറണ്ട. നമ്മൾ കുതിർത്ത് വെച്ച റൈസും കൂടി ഇട്ടിട്ട് ആ എണ്ണയിൽ നന്നായിട്ട് അരിയും ആ സവോള എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് എടുത്തിരിക്കുന്നത്. ജീരകശാല റൈസ് ആയതുകൊണ്ട് അത്രയും മതി. അപ്പോൾ 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനൊരു 4.5 കപ്പ് നല്ല ചൂട് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അരിയുടെ നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന റൈസിനനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ സ്ഥിരമായിട്ട് വെക്കുന്നവരാണെങ്കിൽ അറിയാമായിരിക്കുമല്ലോ, ചിലപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി. ആദ്യം 1.5 കപ്പ് എന്നുള്ള അളവിൽ ഒഴിച്ച് നോക്കുക കേട്ടോ. ഏകദേശം ഒരുവിധം എല്ലാത്തിനും ആ ഒരു അളവ് കറക്റ്റ് ആയിരിക്കും ജീരകശാല അരിക്ക്. ഇനി കുറച്ച് നാരങ്ങ നീരും പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് പതുക്കെ ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോഴേക്കും മീൻ ഫ്രൈ ആയിട്ടുണ്ട്. ഈ കഷ്ണങ്ങൾ നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. മീൻ ഫ്രൈ ചെയ്ത എണ്ണ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇതിനകത്ത് തന്നെയാണ് മസാല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 3 അല്ലെങ്കിൽ 4 വലിയ സവോള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോള നല്ലതായിട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി.
ആ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് മീനിൻ്റെ പീസുകൾ പൊടിച്ച് ചേർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിനകത്തൊന്ന് മുള്ള് മാറ്റി വെക്കുക കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്ലഷ് മാത്രമായിട്ട് എടുത്ത് വെക്കുക. ഇനി അഥവാ നിങ്ങൾ കഷ്ണം മീനാണ് വാങ്ങിക്കുന്നത്, ഇതുപോലുള്ള പീസുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്ത് നല്ല റൗണ്ട് പീസ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ, അതിനകത്തുനിന്ന് തന്നെ 1-2 പീസ് കുറച്ചൊന്ന് പൊടിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ സവോള നന്നായിട്ട് ഇതുപോലെ ഒന്ന് വാടി വന്നു കഴിയുമ്പം ഏകദേശം 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി മിക്സിയിലിട്ട് ഒന്ന് ചതച്ച് എടുത്തതാണ്. അതും കൂടി ചേർത്തിട്ടുണ്ട്. പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ ആവണം കേട്ടോ. ഇപ്പോൾ സവോളയും ആ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നല്ലൊരു ബ്രൗൺ കളറിലോട്ട് വന്നു. ഇനി ഇതിൽ പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. മുളക് പൊടി വളരെ കുറച്ച് മതി, മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ഇതൊക്കെ നല്ലോണം വഴറ്റി പൊടികളുടെ ഒരു ചുവയും കൂടി മാറിക്കഴിയുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളിയായിരുന്നു, അതും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. ഇതിൽ ഞാൻ തൈര് ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ പൊടിച്ചു വെച്ച മീനിൻ്റെ കഷ്ണങ്ങളിട്ടു. ഒരു വലിയ പിടി മല്ലിയില, ഏകദേശം അതേ അളവിൽ തന്നെ പുതിനയില, ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനകത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൽ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ചൂടുവെള്ളം തന്നെയാണ് ഒഴിക്കാൻ പോകുന്നത്. ഈ കുറച്ച് നേരം ഇത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം കേട്ടോ. ഈ സവോളയും തക്കാളിയും ആ മീനിൻ്റെ പീസുകളെല്ലാം വെന്ത ഗ്രേവിയിലോട്ട് അങ്ങ് ചേരണം. അപ്പം അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് ഈ ഗ്രേവി നല്ല സെറ്റായിട്ട് വരുന്നവരെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരുപാട് ഇത് വറ്റിപ്പോകരുത്. പെട്ടെന്ന് തന്നെ നന്നായിട്ട് വെന്ത് റെഡിയായി വരണം. ചോറ് ഇതേ പാകത്തിന് വെന്തിട്ടുണ്ട് കണ്ടോ. കറക്റ്റ് വെള്ളമൊക്കെ അളവ് കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ആദ്യം നിങ്ങൾ വെക്കുമ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും എന്താ ഫിഷ് മസാല അതിൻ്റെ ഒരു ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ആ മീനിൻ്റെ പീസുകൾ നമ്മളതിനകത്ത് ഉടച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രേവിക്ക് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ലെയർ ചെയ്യണം. ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ലെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു പകുതി മസാല വേറൊരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കുകയാണ് കേട്ടോ. ലെയർ ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഏറ്റവും താഴെ ഗ്രേവി ഉണ്ട്, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മീനിൻ്റെ പീസുകൾ ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇടാം. ഒരു ലെയർ കംപ്ലീറ്റ് റൈസ് ഇട്ടു. ഇനി വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇപ്പോൾ മാറ്റി വെച്ച ആ മസാല ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പുതിനയിലയും മല്ലിയിലയും എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. മല്ലിയില മാത്രമായാലും മതി. ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ഒണിയൻ സവോള ഒന്ന് ചേർത്ത് കൊടുത്തു. വീണ്ടും ഫിഷ് പീസ് ഫ്രൈ ചെയ്തത് വെച്ച് കൊടുക്കാം. ലാസ്റ്റ് ലെയർ ചോറിട്ട് കൊടുക്കണം. ഇതിൻ്റെ ഏറ്റവും മേളിൽ ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 പീസ് ഫിഷ് മാറ്റി വെച്ചാട്ടോ. ഇത് വേണമെന്നില്ല. രണ്ടാമത്തെ ലെയറിൽ തന്നെ ഫിഷ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ആ ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണ കുറച്ച് പാത്രത്തിൽ ബാക്കി ഉണ്ടായിരുന്നതും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ലാസ്റ്റായിട്ട് വീണ്ടും ആ ഒരു മല്ലിയില പുതിനയില കറിവേപ്പില എല്ലാം കൂടി ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതായിരുന്നു, അതിട്ടു. കുറച്ച് ഒണിയനും ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് വേറെ എസൻസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇതിനകത്ത് അതിൻ്റെ ഒന്നും ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല. അത്രയ്ക്കും നല്ലൊരു ഫ്ലേവറായിരുന്നു ആ ഫിഷിൻ്റെ തന്നെ. അപ്പം ഇതൊന്ന് അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ ആവി പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അതാണ് കറക്റ്റ്. ഇനി നമുക്ക് ഈ ഫിഷിൻ്റെ പീസുകൾ അങ്ങ് ആദ്യം മാറ്റാം. എപ്പോഴും ഫിഷ് ബിരിയാണി മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പൊടിഞ്ഞു പോകരുത്, കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകരുത്. അപ്പോൾ റൈസും ഫിഷ് പീസും സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ എടുത്ത് വെക്കുന്നതാണ് നല്ലത് കേട്ടോ. നമ്മൾ വിളമ്പുന്ന സമയത്ത് മാത്രം ആവശ്യത്തിന് റൈസ് എടുത്ത് അതിനകത്തേക്ക് ഫിഷ് വെച്ചാൽ മതി. അപ്പം റൈസ് നോക്കിയാൽ എന്ത് കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ടെന്ന്, ഒട്ടും കുഴഞ്ഞു പോയില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഫുൾ റൈസ് മാറ്റിയിട്ട് പതുക്കെ ഇങ്ങനെ ആ ഗ്രേവി ചേർത്തങ്ങ് ഇളക്കി കൊടുക്കാം. ഫിഷിൻ്റെ പീസുകൾ വേറൊരു പാത്രത്തിലും വെച്ചിട്ടുണ്ട്. ഇനി വിളമ്പുന്ന സമയത്ത് ഒരു പ്ലേറ്റിലേക്ക് ആവശ്യത്തിനുള്ള റൈസ് എടുത്തിട്ട് അതിൻ്റെ മേലെ 1-2 പീസ് ഫിഷ് വെച്ച് കൊടുത്താൽ മതി. ഈ റൈസിൽ തന്നെയും നമ്മൾ ആദ്യം പൊടിച്ച് ചേർത്ത ചെറിയ ചെറിയ മീനിൻ്റെ കഷ്ണങ്ങളുണ്ട്. ആ ഗ്രേവിക്കാണെങ്കിലും മീനിൻ്റെ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഈ നെയ്മീൻ വെച്ചിട്ടല്ലാതെ അയല വെച്ച് വേണമെങ്കിലും നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. അല്ലാതെ നല്ല കഷ്ണം മീനുകളൊക്കെ കിട്ടത്തില്ലേ, മോത പോലുള്ള മീനുകൾ വെച്ചിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടമായി.
പിന്നെ എൻ്റെ ചീറ്റ് ഇതോടുകൂടി കംപ്ലീറ്റ് ആയി കേട്ടോ. ബിരിയാണി ഉണ്ടാകും പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ബിരിയാണി, ഒരു ഓവറല്ലേലും കുറച്ച് കഴിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. എഴുന്നേറ്റ് വന്നപ്പോൾ അമ്മ ഇവിടെ നല്ല താളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ചെമ്പരത്തി ഇലയും കറ്റാർവാഴയും വെച്ചിട്ടുള്ള താളി. അപ്പോൾ അത് മോൾക്ക് തേച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കും കുറച്ച് തേച്ച് വന്നു. എനിക്ക് നല്ല പോലെ ഹെയർ ഫോൾ ഉണ്ട് കേട്ടോ. ഞാൻ ഈ സ്മൂത്തനിങ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ട്. അപ്പോൾ അമ്മ കുറച്ച് താളി എനിക്ക് വിട്ടു തന്നു. അപ്പോൾ അതൊക്കെ വെച്ചൊരു 15-20 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴേക്കും സമയം 6-6:30 ആയി. അപ്പോൾ എൻ്റെ ഡിന്നറിനുള്ള ടൈമായി കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പപ്പായ മാത്രമേ കഴിച്ചുള്ളൂ. രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ അത്യാവശ്യം ഹെവി ആയതുകൊണ്ട് പപ്പായ കൊണ്ട് നിർത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.